കഴിഞ്ഞ ദിവസം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക സിറിയയിൽ ആക്രമണം നടത്തി. നിരവധി ഭീകരവാദ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ച് തകർത്തത്. അതിനുശേഷം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം, ലോകത്തെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു രാജ്യത്ത് നിങ്ങൾ അമേരിക്കൻ പൗരനെതിരായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ, നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഞങ്ങൾ അവിടെ വന്ന് നിങ്ങളെ ആക്രമിക്കും, നശിപ്പിക്കും എന്നാണ് അമേരിക്ക പ്രതികരിച്ചത്. സിറിയ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അമേരിക്കയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായ ഒരു രാജ്യമാണല്ലോ. സിറിയയിലെ പ്രസിഡന്റിനെ അടുത്ത് വിളിച്ചു നിർത്തി കിന്നാരം പറഞ്ഞും തോളിൽ തട്ടിയും പുഞ്ചിരിച്ച് നിൽക്കുന്ന ട്രംപിന്റെ വീഡിയോ ഒക്കെ വൈറലുമായിരുന്നു. മുൻ ഭീകരവാദിയായിരുന്ന ആളാണ് ഇന്ന് സിറിയ ഭരിക്കുന്നത്. അമേരിക്ക സിറിയയുമായിട്ട് നല്ല ബന്ധം നിലനിർത്തുന്നുമുണ്ട്. പക്ഷെ ഇപ്പോ ഭീകരവാദ കേന്ദ്രങ്ങളാണ് അമേരിക്ക സിറിയയിൽ ആക്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അമേരിക്കക്കാരുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു രാജ്യമോ ഭീകരവാദ സംഘടനയോ പ്രതികരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അമേരിക്ക അവരെ ആക്രമിക്കും. ഉദാഹരണത്തിന് ഈ ഒരു ആക്രമണത്തിന് ശേഷം അമേരിക്ക പറഞ്ഞ എന്താണ്? അമേരിക്കൻ പൗരന്മാർക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്താൽ, നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല. ഇത് തന്നെയല്ലേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യയും ചെയ്തത്? ഇന്ത്യയിൽ കയറി ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവൻ അപഹരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ക്ഷമിക്കുകയില്ല, ഞങ്ങൾ തിരിച്ചടി നൽകും. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പഹൽഗാമിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിന് തുടക്കമിടുന്നതും തിരിച്ചടി നൽകുന്നതും. പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ ആക്രമിച്ചത്. പക്ഷെ ആ സമയത്ത് അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇവിടെയാണ് യു എസിന്റെ ഇരട്ടത്താപ്പ്. ഇവിടെയാണ് ഈ രാജ്യത്തെ ഒന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തത്. അമേരിക്കക്കാരുടെ ജീവന് ഏതെങ്കിലും ഒരു സംഘടന ഭീഷണിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ അന്താരാഷ്ട്ര നിയമങ്ങളില്ല, മറ്റു മര്യാദകളില്ല. അമേരിക്ക ആക്രമിക്കും. അമേരിക്ക ആ ഭീകരവാദ രാജ്യത്തിനെ തകർക്കാൻ പോലും മടിക്കില്ല. പക്ഷെ ഇന്ത്യക്കാർക്കെതിരെ ഭീകരവാദികൾ ആക്രമണം നടത്തുന്ന സമയത്ത് ഇന്ത്യ തിരിച്ചടിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ രക്ഷകനായിട്ട് അവിടെ അവതരിക്കുകയാണ് അമേരിക്ക. പാകിസ്ഥാനെ എന്തെങ്കിലും അമേരിക്ക പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടോ? ഇന്ത്യക്കെതിരെ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും അറിവോടെയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ലോകത്തെ സകലർക്കും അറിയാം. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഭീകരവാദികൾക്ക് പണവും പരിശീലനവും കൊടുത്ത് അയക്കുന്നത് പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവുമാണ്. അപ്പോൾ അവിടെ ഇന്ത്യ എന്നിട്ടും ആക്രമിക്കുന്നത് ഭീകരവാദ ക്യാമ്പുകളാണ്. ആ സമയത്ത് ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാൻ വരുമ്പോൾ അമേരിക്ക ഇടപെട്ട് പറഞ്ഞില്ല. അതായത് ഇന്ത്യ നിങ്ങളെ അല്ലല്ലോ ആക്രമിച്ചത്, ഇന്ത്യ ഭീകരവാദ കേന്ദ്രങ്ങളല്ലേ ആക്രമിച്ചത്. പഹൽഗാമിൽ അവരുടെ ആളുകളെ വധിച്ചു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് മിണ്ടാതിരിക്കുക? അവർ തിരിച്ചടിക്കും. അമേരിക്ക ആണെങ്കിലും അതേ ചെയ്യൂ. അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയുമായിട്ട് യുദ്ധത്തിന് പോകരുത് എന്നല്ല ട്രംപ് പറഞ്ഞത്. അപ്പൊ ട്രംപിന്റെ നിലപാട്, അമേരിക്കയുടെ നിലപാട് നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കണം. ഒരു കാലത്തും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തവരാണ് ഇവര്. നമുക്ക് ആകെ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഇവരുമായിട്ട് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന രീതിയിലുള്ള ഡീലുകൾ ഉണ്ടാക്കുക. മാക്സിമം ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് നേടിയെടുക്കുക. അത്രേ ഉള്ളൂ. ഇവരുമായിട്ട് ഒരിക്കലും ഈ പറയുന്ന അമേരിക്കൻസ്, യൂറോപ്യൻസ്, ഇവരൊന്നും നമുക്ക് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല. ഏത് സമയത്തും ഇവർ നിലപാട് മാറ്റിക്കളയും. ഇപ്പൊ തന്നെ സിറിയയും ഒരു പരമാധികാര രാജ്യമല്ലേ? ട്രംപ് ആക്രമണം നടത്തുമ്പോൾ അവിടെ ആരുമില്ല അമേരിക്കയെ ചോദ്യം ചെയ്യാൻ, അവിടെ ആരുമില്ല അമേരിക്കയെ കുറ്റപ്പെടുത്താൻ. കാരണം അമേരിക്കയ്ക്ക് എന്തുമാകാം, ലോകത്താരെയും എന്തും ചെയ്യാം, എവിടെയും ആക്രമിക്കാം. അമേരിക്കയുടെ കാര്യം വരുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളില്ല, മര്യാദകളില്ല, ഒന്നുമില്ല. അമേരിക്കയ്ക്ക് തോന്നും പോലെ ചെയ്യാം. പരമാധികാര രാജ്യമായ ഇറാനെയും ആക്രമിക്കാം. അത് ഭീകരവാദത്തിന്റെ പേരിലല്ല, ആണവായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ഇവിടെ സിറിയയിൽ ഭീകരവാദികൾ ഉണ്ട് എന്നുള്ളതൊരു പരമാർത്ഥം തന്നെയാണ്. അമേരിക്കയുടെ ആ പ്രവൃത്തിയെ നമുക്ക് അതുകൊണ്ട് എതിർക്കേണ്ടതില്ല. ശരി, അവിടെ ഭീകരവാദികൾ ഉണ്ട്, അവരെ ആക്രമിച്ചു. പക്ഷെ ഇതിലെ ഇരട്ടത്താപ്പ്, ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അതല്ല നിലപാട്. ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഭീകരവാദികൾക്ക് വിളിച്ച് ചായ കൊടുക്കും. ഏറ്റവും വലിയ ഭീകരവാദിയാണ് പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫായിട്ടുള്ള അസിം മുനീർ. അയാള് പഹൽഗാം ആക്രമണത്തിന്റെ മുമ്പായിട്ട് പച്ചയ്ക്ക് തന്നെ വർഗീയത പറഞ്ഞ മനുഷ്യനാണ്. അതായത് ആർക്കും മനസ്സിലാക്കാം ഇന്ത്യയിൽ നടന്ന ആക്രമണത്തിന്റെ പുറകിൽ പാകിസ്ഥാനാണെന്ന്. പക്ഷേ അമേരിക്ക ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ഒരു നിലപാടും അമേരിക്കക്കാരുടെ കാര്യം വരുമ്പോൾ മറ്റൊരു നിലപാടും. നമ്മൾ ഇന്ത്യക്കാര് ഈ രീതിയിൽ അവരെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല.